ലേൺ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പല എക്സാമിനും ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ഏതാണെന്നുള്ളതാണ്. അത് LD ക്ലർക്കിന് എറണാകുളം, കണ്ണൂർ എന്നീ ജില്ലകളുടെ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഉത്തരം 1568ആണ്. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ഏതാണ്? 1568ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം രൂപവൽകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഏത് താലൂക്കാണ്? ഹോസ്ദുർഗാണ്. ഏതാണ്? ഹോസ്ദുർഗാണ്. കേരള സംസ്ഥാനം രൂപവൽകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗാണ്. അതും ചോദിച്ച ചോദ്യമാണ്. LD ക്ലർക്ക് എറണാകുളം, കണ്ണൂർ എന്നീ ജില്ലകളുടേതാണ്. അടുത്തത്, കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? അത് പാലക്കാടാണ്. ഉത്തരം പാലക്കാടാണ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അത് LDC, ട്രിവാൻഡ്രം, മലപ്പുറം എന്നീ ജില്ലകൾക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. അടുത്തത്, പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. അടുത്തത്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം പീച്ചിയിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. അടുത്തത്, മലബാർ സിമെന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാറാണ്. പാലക്കാട് ജില്ലയിലെ വാളയാറാണ് മലബാർ സിമെന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. അത് LDC, കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അടുത്തത് നമുക്ക് നോക്കാം. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? പന്നിയൂറാണ്. എവിടെയാണ്? പന്നിയൂറാണ്. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷികാവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. ഏതാണ്? പാലക്കാടാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? മലപ്പുറമാണ്. അടുത്തത്, ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല ഏതാണ്? കാലിക്കറ്റ് സർവകലാശാലയാണ്. അടുത്തത്, ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? ഉത്തരം വയനാടാണ്. അത് ഫോറസ്റ്റ് ഗോഡ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണത്. അടുത്തത്, നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഉത്തരം തിരുവനന്തപുരമാണ്. അത് മെയിൽ ഓർ ഫീമെയിൽ വാർഡൻ ഫോറസ്റ്റ് ഗോഡ് എക്സാമിൽ 2015 ചോദിച്ചതാണ്. അടുത്തത്, കേരളത്തിലെ പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രം ഏതാണ്? കോടനാടാണ്. ഉത്തരം കോടനാടാണ്. ഇന്ത്യയിലെ ദേശീയ പാർക്കായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? നേരത്തെ അതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം പാലക്കാടാണ്. ഭൂമിശാസ്ത്രപരമായി കുട്ടനാട് 6 ഭാഗങ്ങളുള്ളതിൽ നിലവിൽ ഉപ്പുവെള്ളം കയറുന്ന സ്ഥലം ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ്? അത് വൈക്കമാണ്. ഉപ്പുവെള്ളം കയറുന്ന സ്ഥലം ഏതാണ്? വൈക്കമാണ്. അത് എക്സിറ്റ് സർവീസ്മാൻ ഓൺലി അതിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണെന്നുള്ളതാണ്. കാസർഗോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കി കോട്ടയുടെ സ്ഥാനം എവിടെയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് കൊല്ലമാണ്. അത് വുമൺ പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അടുത്തത്, ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കോട്ടയ്ക്കലാണ്. അടുത്തത്, കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കലവൂറാണ്. കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കലവൂറാണ്. അടുത്തത്, ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഉത്തരം കൊല്ലമാണ്. കേരളത്തിലെ വ്യവസായ നഗരം ഏതാണ്? ഉത്തരം ആലുവയാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ് ഉത്തരം മലപ്പുറമാണ്. കേരളത്തിലെ വനഭൂമി ഇല്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിനോദസഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡാണ്. അത് LDC കോഴിക്കോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതെല്ലാം ചെയ്ത് വിടുക. നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് ഏത് ജില്ലയിലാണ്? ഏതിലാണ്? കാസർഗോഡാണ്. ഇതെല്ലാം ഓരോ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ പരിപാടി സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയ സ്ഥലം ഏതാണ്? ഉത്തരം തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ള സ്ഥലം ഏതാണ്? ഉത്തരം കായംകുളമാണ്.
അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം ഏതാണ്? 1895 മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. അടുത്തത്, കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ല ഏതാണ്? ഉത്തരം വയനാടാണ്. അടുത്തത്, സ്ഫടിക മണലിന്റെ സമ്പന്ന നിക്ഷേപങ്ങളുള്ളത് എവിടെയെല്ലാമാണ് എന്നുള്ളതാണ്. ആലപ്പുഴ, ചേർത്തല മേഖല എന്നീ ഭാഗങ്ങളിലാണ് സ്ഫടിക മണലിന്റെ സമ്പന്ന നിക്ഷേപങ്ങളുള്ളത്. അടുത്തത്, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ഉത്തരം തൃശ്ശൂരാണ്. അടുത്തത്, കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏതാണ്? ഉത്തരം കൊല്ലമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിൽ പുതിയതായി സ്ഥാപിതമായ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ്? ഉത്തരം പൂക്കോടാണ്. അതെവിടെയാണ്? വയനാടാണ്. പൂക്കോട് വയനാടാണ് കേരളത്തിൽ പുതിയതായിട്ട് സ്ഥാപിതമായിട്ടുള്ള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം. അടുത്തത്, കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപാണ് പാതിരാമണൽ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് മലപ്പുറമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സമുദ്രനിരപ്പിൽ നിന്നും 1.5 മീറ്റർ താഴ്ന്നു കിടക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തരം കുട്ടനാടാണ്. അത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1.5 മീറ്റർ താഴ്ന്നു കിടക്കുന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. അടുത്തത്, ചീയപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കിയാണ്. അടുത്തത്, കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം ഏതാണ്? അങ്കമാലിയാണ്. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം എറണാകുളം. അത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം എറണാകുളമാണ്. കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്